നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ച് ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന് അവരുടെ ആദ്യത്തെ 100 ദിവസങ്ങൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഒരു ഭരണകൂടത്തിൻ്റെ ശരിയായ പ്രവർത്തനശേഷിയും അവരുടെ നിലപാടുകളും അളന്നെടുക്കാൻ സാധാരണഗതിയിൽ മാസങ്ങളോ വർഷങ്ങളോ വേണ്ടി വരാറുണ്ടെങ്കിലും വെറും 100 ദിനങ്ങൾ കൊണ്ട് തന്നെ ഈ ഭരണവും പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥയും എന്താണെന്ന് ജനം വ്യക്തമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഭരണം കയ്യിലെത്തുമ്പോൾ വലിയ പരിചയസമ്പന്നത അവകാശപ്പെടാനില്ലാത്ത ഒരു നേതാവ് മുഖ്യമന്ത്രി കസേരയിൽ എത്തുമ്പോൾ ഭരണം പാളുമെന്നും അനായാസം സമ്മർദ്ദത്തിലാക്കാമെന്നുമാണ് എതിരാളികൾ കണക്കുകൂട്ടിയിരുന്നത്. മുൻപ് വലിയ ഭരണപരിചയവും പാർട്ടിക്കുള്ളിൽ ശക്തമായ സ്വാധീനവുമുള്ള നേതാക്കൾ പ്രതിപക്ഷത്ത് ഇരിക്കുമ്പോൾ പുതിയ സർക്കാരിന് തുടക്കത്തിൽ തന്നെ അടിപതറുമെന്നായിരുന്നു എല്ലാവരുടെയും നിഗമനം. എന്നാൽ ആ കണക്കുകൂട്ടലുകളെ എല്ലാം തന്നെ തകിടം മറിച്ചുകൊണ്ട് തുടക്കത്തിലെ തന്നെ വലിയ സാമ്പത്തിക വെല്ലുവിളികളെയും രാഷ്ട്രീയ എതിർപ്പുകളെയും ഒക്കെ തന്നെ നേരിട്ട് മുന്നേറുന്ന ഒരു പുതിയ ഭരണശൈലിയാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കാൻ സഹായിച്ച പ്രധാന കാരണം വിപ്ലവകരമായിട്ടുള്ള ചില പുതിയ പദ്ധതി അനുമതികളും അതോടൊപ്പം അവയെല്ലാം തന്നെ നടപ്പിലാക്കിയ ആ ഒരു രീതിയുമാണ്. പ്രത്യേകിച്ചും സാധാരണക്കാരായ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ സൗകര്യം നൽകുന്ന പ്രിയദർശിനി പദ്ധതി പോലെയുള്ള ജനക്ഷേമ തീരുമാനങ്ങൾ വലിയ രീതിയിലാണ് ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. ദിനംപ്രതി ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുമ്പോൾ അത് ഭരണകൂടത്തിന് ഉണ്ടാക്കിക്കൊടുത്ത ജനപ്രീതി വളരെ വലുതാണ്. കൂടാതെ സംസ്ഥാനത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഉപയോഗപ്പെടുത്തി കടൽത്തീര മേഖലകളെയും തുറമുഖങ്ങളെയും കേന്ദ്രീകരിച്ച് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന മിഷൻ സമുദ്ര പോലെയുള്ള ദീർഘവീക്ഷണമുള്ള പദ്ധതികളും തുടക്കമിട്ട് കഴിഞ്ഞു. ഇതോടൊപ്പം തന്നെ നാടിനെ ഒന്നാകെ വിഴുങ്ങിക്കൊണ്ടിരുന്ന ലഹരി മാഫിയകൾക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ആഭ്യന്തര വകുപ്പ് നടപ്പിലാക്കിയ കർശന നടപടികൾ നാടിൻ്റെ ക്രമസമാധാന നില മെച്ചപ്പെടുത്തുകയും ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിട്ട് മാറുകയും ചെയ്തു. പഴയകാല അനുഭവങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഓണക്കാലത്ത് സർക്കാർ സ്വീകരിച്ച വിപണി ഇടപെടലുകളും ഒക്കെ തന്നെ ജനങ്ങളുടെ കൈകളിൽ കൃത്യമായി ആനുകൂല്യങ്ങൾ എത്തിച്ച ആ രീതിയും ഏറെ പ്രശംസനീയമാണ്. മുൻകാലങ്ങളിൽ വിലക്കയറ്റം കൊണ്ടും കുടിശ്ശികയായ പെൻഷനുകൾ ലഭിക്കാതെയും തെരുവിൽ സമരം കിടന്നുമൊക്കെ തന്നെ പെരുവഴിയിലായ ആശാ വർക്കർമാരും അംഗനവാടി ജീവനക്കാരും ഒക്കെ അടങ്ങുന്ന വലിയൊരു വിഭാഗം അധ്വാന വർഗം ഇത്തവണ കൃത്യസമയത്ത് ഓണറേറിയം വർധനവോടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി സമാധാനത്തോടെ ഓണം ആഘോഷിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സപ്ലൈകോ വഴി അത്യാവശ്യ സാധനങ്ങൾ ലഭ്യമാക്കിയും ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്തും ജനങ്ങൾക്ക് ആഘോഷ നാളുകളിൽ വലിയ തണലാകാൻ സർക്കാരിന് സാധിച്ചു. കേവലം വാഗ്ദാനങ്ങൾ മാത്രം നൽകി ജനങ്ങളെ വഞ്ചിക്കുന്ന പഴയ ശൈലിക്ക് പകരം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പ്രവർത്തിച്ച് നടപ്പാക്കാൻ കാണിച്ച ഈ കൃത്യത അത് ഭരണത്തിന് വലിയൊരു മേൽക്കൈ നൽകി. വിദ്യാഭ്യാസ കായിക മേഖലകളിലുമൊക്കെ തന്നെ വളരെ കാതലായ മാറ്റങ്ങൾക്കാണ് ഈ ആദ്യ ദിനങ്ങളിൽ തുടക്കം കുറിച്ചിട്ടുള്ളത്. കുട്ടികളുടെയൊക്കെ തന്നെ കഴിവുകളെ ചെറുപ്പത്തിലെ തന്നെ കണ്ടെത്തി വളർത്തുന്ന മുകുളം പ്രതിഭാശ്രീ പോലെയുള്ള വിദ്യാഭ്യാസ പദ്ധതികളും കായികക്ഷമതയും വിനോദവും മുൻനിർത്തി തയ്യാറാക്കിയ ഓപ്പറേഷൻ കളരി പോലെയുള്ള പുതിയ മുന്നേറ്റങ്ങളും യുവാക്കൾക്കിടയിൽ വൻ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ ഭരണനിർവഹണത്തിന് കൊണ്ടുവന്ന സുതാര്യത സാധാരണക്കാർക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. അടച്ചിട്ട മുറികൾക്ക് പകരം സെക്രട്ടേറിയറ്റ് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുകയും മന്ത്രിസഭാ തീരുമാനങ്ങളൊക്കെ തന്നെ വാർത്താ സമ്മേളനങ്ങളിലൂടെ തന്നെ കൃത്യമായി ജനങ്ങളെ അത് അറിയിക്കുകയും ചെയ്യുന്ന ശൈലി അടച്ചുപൂട്ടിയ പഴയ ഭരണരീതികളിൽ നിന്നും വ്യത്യസ്തമായി വലിയൊരു ജനാധിപത്യ മര്യാദയായി ഇവിടെ ജനങ്ങൾ വിലയിരുത്തുന്നു. എന്നാൽ ഭരണപക്ഷത്തിൻ്റെ ഈ കുതിപ്പിന് മുന്നിൽ പ്രതിപക്ഷം പൂർണ്ണമായിട്ടും നിഷ്പ്രഭമായി പോകുന്ന കാഴ്ചയാണ് നിലവിലിപ്പോൾ കാണാൻ സാധിക്കുന്നത്. സർക്കാരിൻ്റെ തെറ്റുകളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടി തിരുത്തി കൊടുക്കേണ്ട പ്രതിപക്ഷം തങ്ങളുടെ പഴയകാല ഭരണത്തിൽ നടന്നിട്ടുള്ള സാമ്പത്തിക ക്രമക്കേടുകളുടെയും അന്വേഷണങ്ങളുടെയും നിഴലിൽപ്പെട്ട് തികച്ചും പ്രതിരോധത്തിലായിരിക്കുകയാണ്. മുൻ ഭരണകാലത്ത് നടപ്പിലാക്കിയ അഴിമതികളും വഞ്ചനകളും ഓരോന്നായിട്ട് പുറത്തു വരുന്നതോടെ അന്വേഷണ ഏജൻസികളുടെ നടപടികളെ ഭയന്ന് സ്വന്തം നിലനിൽപ്പ് തന്നെ ഇപ്പോൾ അപകടത്തിലായ അവസ്ഥയിലാണ് പ്രതിപക്ഷ നേതൃത്വം. സ്വന്തം പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര തർക്കങ്ങൾ പരിഹരിക്കാനോ ഒരു ഉറച്ച നിലപാടെടുത്ത് പ്രതിപക്ഷ മുന്നണിയെ നയിക്കാനോ കഴിയാത്ത വിധത്തിൽ അവർ കൂടുതൽ ദുർബലരായിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ 100 ദിവസങ്ങൾ പിന്നിടുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ വളരെ വ്യക്തമായ ഒരു ചിത്രമാണ് തെളിഞ്ഞു നിൽക്കുന്നത്. പ്രതിസന്ധികളെ കൃത്യമായി മറികടന്ന് പുതിയ പദ്ധതികളിലൂടെ ജനഹൃദയങ്ങൾ കീഴടക്കി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ മറുവശത്ത് ജനകീയ വിഷയങ്ങളിൽ ഇടപെടാനോ അതിശക്തമായ ഒരു എതിർപ്പായി മാറാനോ കഴിയാതെ സ്വന്തം അഴിമതി ആരോപണങ്ങളിൽ കുടുങ്ങി പ്രതിപക്ഷം തികച്ചും നിസ്സഹായരായ അവസ്ഥയിലാണ്. ഈ ആദ്യ 100 ദിനങ്ങൾ നൽകുന്ന സൂചന തുടർന്നുള്ള നാളുകളിലും സർക്കാരിൻ്റെ മുന്നേറ്റം തടയാൻ ശേഷിയില്ലാത്ത വിധം പ്രതിപക്ഷം രാഷ്ട്രീയമായിട്ട് പിന്നോക്കം പോയിരിക്കുന്നു എന്നത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്.